പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിത്ത് ബുക്സ് എന്നുള്ള സെഗ്മെൻ്റാണ് അവതരിപ്പിക്കുന്നത്. മാധവിക്കുട്ടിയുടെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. മനോമി എന്നാണ് കഥയുടെ പേര്. മനോമി. എൻ്റെ പേര് മനോമി എന്നാണ് ഇന്ത്യക്കാരായ എൻ്റെ ശ്രോതാക്കൾ ചോദിക്കാം. ഇതെന്തു പേരാണ്? ഇത് സിംഹളക്കാരുടെ പേര് പോലിരിക്കുന്നു. ശരിയാണ്, ഇത് സിംഹളക്കാർ പെൺമക്കൾക്ക് സാധാരണയായി കൊടുക്കുന്ന പേരുകളിൽ ഒന്നാണ്. ഞാൻ സിംഹളക്കാരിയാണ്. ഞാൻ ഇന്ത്യയിൽ വന്നതിൻ്റെ കാരണം ഇനി നിങ്ങൾ അന്വേഷിക്കും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വിശ്വാസമില്ലായ്മ പ്രകടമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഞാൻ എന്തിനു വന്നു? ചാരവൃത്തിക്കായിരിക്കുമോ? എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് പലവക സംശയങ്ങളും മനസ്സിൽ തോന്നാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യകാല കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. മാത്രയിൽ ജനിച്ച സരത് ടെനക്കൂണാണ് എൻ്റെ അച്ഛൻ. കരുനഗലക്കാരിയായ പുണ്യകാന്തിയാണ് അമ്മ. ഞങ്ങൾ വെല്ലാവാട്ട എന്ന സ്ഥലത്ത് ഒരു ഇരുനില കെട്ടിടത്തിൽ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിച്ചു പോന്നു. ആ പ്രദേശത്ത് മുക്കാൽ ഭാഗവും തമിഴരാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും പ്രൊഫസർമാരും എല്ലാം തമിഴർ. എല്ലാവരും സിംഹള ഭാഷ അറിയുന്നവർ. അവരുടെ അയൽക്കാരും കുടുംബമിത്രങ്ങളുമാണ് ഞങ്ങൾ. സിംഹളർക്ക് തമിഴ് ഭാഷ മനസ്സിലാവും. തപ്പി തമിഴിൽ സംസാരിക്കുവാനും അറിയാം. അവരുടെ ഉത്സവങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഉത്സവങ്ങളിൽ അവരും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പരീക്ഷ പാസ്സാവാൻ ഞാനും എൻ്റെ സിംഹള സ്നേഹിതന്മാരും കട്ടരഗാമ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയിട്ടുണ്ട്. 2 വർഗക്കാരും ആഹാര സാധനങ്ങൾ പങ്കിടുന്ന ലാഘവത്തോടെ ആരാധനാമൂർത്തികളെയും പങ്കിട്ടുകൊണ്ട് ജീവിച്ചു. ഇടയ്ക്കും തലയ്ക്കും ഒരു സിംഹളക്കാരൻ തമിഴരുടെ കറുപ്പിനെ പറ്റിയോ അവരുടെ രസത്തിനെ പറ്റിയോ പുച്ഛിച്ചു പറഞ്ഞേക്കാം. തമിഴർ സിംഹളക്കാരുടെ അലസതയെപ്പറ്റി വിമർശിച്ചേക്കാം. അതൊന്നും കത്തിക്കുത്തിൽ അവസാനിച്ചിരുന്നില്ല. എൻ്റെ ശൈശവം ശാന്തമായിരുന്നു. ഞങ്ങളുടെ അയൽവാസികൾ അണ്ണാദുരൈയുടെ കുടുംബമായിരുന്നു. അണ്ണാദുരൈ അമ്മാമൻ്റെ ഭാര്യ ശിവകാമിയും മക്കൾ പ്രകാശം, രൂപവതി, സുന്ദരം എന്ന 3 പേരും എൻ്റെ കുടുംബാംഗങ്ങളായി തന്നെയാണ് ഞാൻ കരുതി വന്നത്. അച്ഛനും അണ്ണാദുരൈ അമ്മാമനും ദിവസേന സന്ധ്യാനേരത്ത് ഞങ്ങളുടെ മുകളിലെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ടായിരുന്നു വിസ്കി കുടിച്ചിരുന്നത്. അണ്ണാദുരൈ അമ്മാമൻ സ്വന്തമായി ഒരു കച്ചവട സ്ഥലം വാങ്ങുവാൻ പണമില്ലാതെ കുഴങ്ങിയപ്പോൾ അച്ഛൻ എൻ്റെ അമ്മയുടെ 1 ഡസൻ സ്വർണ്ണവളകളും 3 ഇഴയുള്ള മണിമാലയും അദ്ദേഹത്തിന് സമ്മാനിച്ച കഥ ഞാൻ പലപ്പോഴും അവർ പറഞ്ഞു കേട്ടിരുന്നു. ആ കടം വീട്ടുന്ന കാര്യം പറയുവാൻ തുടങ്ങുമ്പോഴൊക്കെ അച്ഛൻ പറയുമായിരുന്നു, അണ്ണാ, ആ കടം വീട്ടിൽ തീർക്കേണ്ട കടമല്ല. അണ്ണാദുരൈ അമ്മാമൻ പിന്നീട് ധനികനായി. അദ്ദേഹം ശ്രീലങ്കയിൽ ഫാക്ടറി തുടങ്ങി. 4 വർഷത്തിന് ശേഷം അത് വിറ്റ് മദ്രാസിലേക്ക് പോവുകയും ചെയ്തു. സ്വന്തം നാട്ടിലെ കുറേ യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ തനിക്ക് അവസരം കിട്ടിയത് ഭാഗ്യമായി പോയി എന്ന് ഒരു കത്തിൽ അദ്ദേഹം അച്ഛൻ എഴുതിയിരുന്നു. അച്ഛൻ ആ കത്ത് വായിച്ചു ചിരിച്ചു. ശ്രീലങ്കയും അയാൾക്ക് സ്വന്തം നാടായിരുന്നുവല്ലോ, അച്ഛൻ പറഞ്ഞു. അവർ അന്യോന്യം കത്തുകൾ കൈമാറി. വർഷത്തിൽ 2 കത്തുകൾ. കുടുംബാംഗങ്ങളെപ്പറ്റിയും നാട്ടുകാര്യങ്ങളെപ്പറ്റിയും വിശദമായി എഴുതിയ നീണ്ട കത്തുകൾ. ആ ബന്ധം ഉലഞ്ഞതേയില്ല. 1983 ജൂലൈയിൽ തമിഴർ ശ്രീലങ്കൻ പട്ടാളക്കാരെ കൊന്നപ്പോഴും സിംഹളക്കാർ തമിഴരെ തീയിട്ടു ചുട്ടപ്പോഴും ആ മൈത്രി ബന്ധം ഉലഞ്ഞില്ല. കാരണം അവർ 2 പേരും മനുഷ്യസ്നേഹത്തിൽ വിശ്വസിച്ചു. രാഷ്ട്രീയത്തിനും മതത്തിനും വർണ്ണത്തിനും അതീതമായ സ്നേഹത്തിൽ അവർ വിശ്വസിച്ചു. പ്രകാശവും രൂപവതിയും സുന്ദരവും അച്ഛന് സ്വന്തം മക്കളെന്ന പോലെ പ്രിയങ്കരരായിരുന്നു. അണ്ണാദുരൈ അമ്മാമന് ഞാൻ എന്നും പ്രിയപുത്രിയായിരുന്നു. എൻ്റെ അച്ഛന് 1974 മുതൽ ഒരു നിർഭാഗ്യദശ ആരംഭിച്ചു. ഒരു ഭിക്ഷുണിയെ പോലെ പവിത്രമായ എൻ്റെ അമ്മ 3 ദിവസം നീണ്ടുനിന്ന മസ്തിഷ്ക ജ്വരത്താൽ മരിച്ചു. പിന്നീട് എന്നെ വിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ കൂടി അച്ഛൻ മടിച്ചു. അതുകൊണ്ടാവണം അച്ഛൻ്റെ ഇരുമ്പുകടയുടെ വരുമാനം കുറഞ്ഞു വന്നു.
ഒടുവിൽ കട മറ്റൊരാൾക്ക് വിറ്റ് ആ സംഖ്യ ബാങ്കിൽ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ കൊണ്ട് ഞാനും അച്ഛനും ചുരുങ്ങിയ തോതിൽ ചെലവുകൾ നടത്തി ജീവിച്ചു തുടങ്ങി. അച്ഛന് ക്ഷയരോഗം പിടിപെട്ടപ്പോഴാണ് ദാരിദ്ര്യത്തിൻ്റെ ക്രൂരത ആദ്യമായി എനിക്ക് അനുഭവപ്പെട്ടത്. കാട്ടുമുരിങ്ങയുടെ ഇല കറി വെച്ച് അച്ഛന് വിളമ്പുമ്പോഴൊക്കെ എൻ്റെ കണ്ണുനീർ നിയന്ത്രണമില്ലാതെ ഒഴുകി. അച്ഛന് സ്വാദിഷ്ടമായ വല്ലതും കറി വെച്ച് കൊടുക്കുവാൻ മരുന്നിനായി നീക്കി വെക്കേണ്ട പണം അതോടെ തീർന്നു പോകും. അതുകൊണ്ട് അല്പം മത്സ്യ ചമ്മന്തിയും മുരിങ്ങ ഇലക്കറിയും ചോറിനോടൊപ്പം ഞാൻ എന്നും അച്ഛന് വിളമ്പി. അച്ഛൻ മെലിഞ്ഞും കരിഞ്ഞും കാണപ്പെട്ടു. അണ്ണാദുരൈ അമ്മാവന് ഞാൻ എഴുതാം അച്ഛൻ്റെ ദീനത്തെപ്പറ്റി. ഞാൻ ഒരിക്കൽ അച്ഛനോട് പറഞ്ഞു, അണ്ണാദുരൈ അമ്മാവൻ്റെ സഹായം തേടുന്നതിൽ യാതൊരു അപമാനവും എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞു, വേണ്ട. അച്ഛൻ അവസാനമായി എഴുതിയ കത്തിൽ തൻ്റെ ദീനത്തെപ്പറ്റി ഒരൊറ്റ വാക്കും ഉണ്ടായിരുന്നില്ല. കൊളംബോവിൽ ഒരിക്കൽ താമസിച്ചിരുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 2,00,000 എന്നും അവരിൽ 1,20,000 ഒഴികെ ബാക്കി എല്ലാവരും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും താമസം മാറ്റിക്കഴിഞ്ഞു എന്നും അച്ഛൻ എഴുതി. ദിവസേന 100 തമിഴരെങ്കിലും ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി പോകുന്നുവെന്നും അച്ഛൻ എഴുതി. ഈ വംശപ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരമോ മിലിട്ടറി പരിഹാരമോ ഫലിക്കുകയില്ല. ഇതിന് വൈകാരികമായ ഒരു പരിഹാരം മാത്രമേ ഫലപ്രദമാവുകയുള്ളൂ. നിനക്കും എനിക്കും അന്യോന്യം വെറുക്കുവാൻ സാധിക്കുമോ അണ്ണാ? അച്ഛൻ എഴുതുമ്പോൾ അച്ഛൻ്റെ കലങ്ങിയ കണ്ണുകൾ ഞാൻ ശ്രദ്ധിച്ചു. അണ്ണാദുരൈ ഒരിക്കലും നിന്നെ കൈവെടിയുകയില്ല മകളെ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ കഴിയുന്നതും വേഗം മദ്രാസിലേക്ക് പോകണം. അണ്ണാ നിന്റെ അച്ഛനാണെന്ന് സങ്കല്പിച്ച് അയാളുടെ വീട്ടിൽ താമസിക്കണം. നിന്നെ അനുരൂപനായ ഒരാൾക്ക് അയാൾ വിവാഹം ചെയ്തു കൊടുക്കും. നമ്മുടെ ബന്ധുക്കൾ ആരെയും എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. അണ്ണായെ ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കുറേ അധികം തേങ്ങിക്കരഞ്ഞു. 3 മാസക്കാലം അച്ഛൻ സ്ട്രെപ്റ്റോമൈസിൻ കുത്തിവെപ്പ് എടുത്തിരുന്നു. 18 മാസക്കാലം ക്ഷയത്തിനുള്ള ഗുളികകളും കഴിച്ചു. എന്നിട്ടും അച്ഛൻ മരണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ശുഭപ്രതീക്ഷകളൊക്കെ തകരുന്നതായി തോന്നി. അച്ഛന് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടുമെന്നാണല്ലോ ഡോക്ടർ വിജയനായക പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് അച്ഛൻ ഇത്തരം അമംഗള വചനങ്ങൾ എന്നോട് പറയുന്നത്? ഡോക്ടർമാർക്ക് വിധിയെ ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ മോളെ? അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞങ്ങളുടെ അയൽക്കാരൻ്റെ മൂത്ത മകൻ നിസാം ക എന്നോട് പറഞ്ഞു, മനോമി, നീ ഇന്ത്യയിലേക്ക് പോവരുത്. ഇത് ഞങ്ങൾ സിംഹളരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഒരു സിംഹള യുവതിയെ കാത്തു രക്ഷിക്കുവാൻ ശ്രീലങ്കയിൽ ആണുങ്ങളില്ല എന്നു നീ കരുതുന്നുവോ? നിന്നെ ഞാൻ വിവാഹം ചെയ്യാം. ബാല്യകാല പ്രായം മുതൽ നമുക്ക് അന്യോന്യം പരിചയമുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുവാൻ എനിക്ക് മനസ്സ് വന്നിരുന്നില്ല. ഞാൻ 3 മാസക്കാലം അവിടെ താമസിക്കും. പിന്നീട് ഞാൻ തീരുമാനിക്കും എൻ്റെ ഭാവി ഏതു രാജ്യത്തിലാണ് ചെലവഴിക്കേണ്ടതെന്ന്. നിസാംക, നിങ്ങളെ ഞാൻ എന്നും നന്ദിയോടെ ഓർമ്മിക്കും. ഞാൻ കോളേജിൽ പഠിക്കാത്തവനായതുകൊണ്ടാണോ നിനക്ക് എന്നെ വിവാഹം ചെയ്യുവാൻ മടി? ഒരിക്കലുമല്ല. ഇന്ത്യക്കാരെ സ്നേഹിച്ച് വളർന്നവളാണ് ഞാൻ. ഇന്ത്യക്കാരെ ജന്മശത്രുക്കളായി അംഗീകരിക്കുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആരെയും വെറുക്കുവാൻ മനസ്സ് വരുന്നില്ല. എൻ്റെ രക്തത്തിന് കാലത്തിനനുസരിച്ച് ചൂട് വന്നെത്തുന്നില്ല. ഇന്ത്യയിൽ പുലികൾക്കായി 20 പരിശീലന ക്യാമ്പുകൾ LTTE നേതാവ് പ്രഭാകരൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രി രാമചന്ദ്രൻ്റെയും അനുവാദത്തോടെ തമിഴ്നാട്ടിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് എന്നോട് ഇന്നാളൊരിക്കൽ നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ പാറുന്നത് പോലെ അന്ന് എനിക്ക് തോന്നി. എന്നിട്ടും എൻ്റെ മനസ്സിൽ ഇന്ത്യക്കാരോട് കോപം മുളച്ചില്ല. ഞാൻ മൗനം അവലംബിച്ചു. അന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു, മനോമി, നീ ആരുടെ ഭാഗത്താണ്, ഞങ്ങളുടെയോ ഇന്ത്യക്കാരുടെയോ? ഞാൻ 2 ഭാഗക്കാരെയും ഒന്നായി കാണുന്നുവെന്ന് എനിക്ക് ആ നിമിഷത്തിൽ നിങ്ങളോട് പറയുവാൻ കരുത്തുണ്ടായില്ല. അതിനാൽ ഞാനിപ്പോൾ ആ സത്യം തുറന്നു പറയുന്നു. നിസാംക, ഇന്ത്യക്കാരെയും സിംഹളക്കാരെയും ഞാൻ ഒന്നായി കാണുന്നു. ഞാൻ ആരെയും വെറുക്കുന്നില്ല നിസാംക. നിസാംക എന്നെ യാത്രയാക്കാൻ കൂടി വന്നില്ല. വിരോധം ഒരു പകർച്ചവ്യാധി പോലെ ശ്രീലങ്കയിൽ പരന്നു കഴിഞ്ഞിരുന്നു. നെറ്റിയിൽ സിന്ദൂരപ്പൊട്ട് കുത്തി പുറത്തിറങ്ങാൻ സ്ത്രീകൾക്ക് ഭയം തുടങ്ങിയിരുന്നു. ഇന്ത്യക്കാരികളും സിംഹള രീതിയിൽ സാരി ചുറ്റാൻ തുടങ്ങി.
യുവതികൾ ബർഗർ വംശക്കാരെ പോലെ ഉടുപ്പുകൾ ധരിച്ചു. വർത്തമാന കടലാസുകളും പോസ്റ്ററുകളും ചുമരെഴുത്തുകളും ഇന്ത്യ ഗവൺമെന്റിനെ അധിക്ഷേപിച്ചു. യുവാക്കൾ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഓഫീസിനു ചുറ്റും അണിനിരന്ന് ശകാരവർഷം പെയ്തു. ഇന്ത്യ ഗവൺമെന്റ് ജാഫ്നയിലുള്ള ദരിദ്രർക്കായി അരിയും പാൽപ്പൊടിയും ഉരുളക്കിഴങ്ങും വിമാനം വഴി വിതരണം ചെയ്തപ്പോൾ സിംഹളക്കാർ ക്രുദ്ധരായി. ഒറീസയിലും ബീഹാറിലും പട്ടിണിക്കാർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എന്തുകൊണ്ട് ശ്രീലങ്കയിൽ ഭക്ഷണം കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നു എന്ന് യുവാക്കൾ ചോദിച്ചു. തമിഴ് തീവ്രവാദികളെ തീറ്റിപ്പോറ്റി അവരുടെ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുവാനാണ് ഇന്ത്യ ഈ അടവ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. യുവാക്കളുടെ ഒരു സംഘടനയുടെ നേതാവ് എന്നോട് പറഞ്ഞു, മനോമി, നിങ്ങളുടെ അച്ഛനെ കൊന്നത് ക്ഷയരോഗമല്ല, വാർദ്ധക്യവുമല്ല, തമിഴ് തീവ്രവാദികളാണ്. കട്ടരഗാമയിൽ പ്രാർത്ഥിക്കാൻ പോയ അച്ഛനെ ബോംബെറിഞ്ഞാണ് കൊന്നത് എന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ മദ്രാസിലേക്ക് താമസം മാറ്റുവാൻ വ്യഗ്രത കാണിക്കുന്നു. നിങ്ങളുടെ ഈ മനസ്ഥിതി വളരെ വിചിത്രമായിരിക്കുന്നു. മദ്രാസിൽ പോവാൻ വേണ്ടി കട്ടുനായക്ക വിമാനത്താവളത്തിൽ നിൽക്കുമ്പോഴും എൻ്റെ ഹൃദയം ഭയാശങ്കകളാൽ ധൃതിയിൽ മിടിച്ചുകൊണ്ടിരുന്നു. എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്നിരുന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചു, കാലാവധി 3 മാസമാണ്. എന്താവശ്യത്തിനാണ് ഈ ദുർഘടം പിടിച്ച സമയത്ത് നിങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത്? നമ്മുടെ വംശക്കാർക്ക് ആ രാജ്യത്തിൽ സുരക്ഷിതത്വം കാണുകയില്ല. എനിക്ക് സാർനാഥും ബുദ്ധഗയയും സന്ദർശിക്കണം. എൻ്റെ അച്ഛൻ തൻ്റെ മരണത്തിന് മുമ്പ് ആജ്ഞാപിച്ചതാണ്. ഞാൻ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സംസാരിക്കുമ്പോഴും എൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ തൊണ്ട വരണ്ടു. വിമാനം ഉയർന്നു തുടങ്ങിയപ്പോൾ മാത്രമേ എൻ്റെ ശ്വാസഗതി നേരെയായുള്ളൂ. അണ്ണാദുരൈ അമ്മാമൻ്റെയും മക്കളുടെയും അടുത്തു ചെന്ന് വീണ് വഴിയമ്പലത്തിലെത്തിയ യാത്രികൻ എന്ന പോലെ മണിക്കൂറുകളോളം അല്ലലില്ലാതെ കിടന്നുറങ്ങുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഭയചകിതരായ മനുഷ്യരുടെ രോദനങ്ങൾ കേൾക്കാതെ വീണ്ടും ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. മഹാത്മാഗാന്ധിയുടെ രാജ്യത്തിലെങ്കിലും മനഃശാന്തി ലഭിക്കുമെന്ന് ഞാൻ കരുതി. ലോകത്തിലെമ്പാടും പടർന്നു കഴിഞ്ഞിരുന്നു ഭീകരപ്രവർത്തകരുടെ പുതിയ മതം, തീവ്രവാദം, ഹിംസ. അഹിംസാവാദിയായ മഹാത്മാഗാന്ധി ജീവിച്ച നാട്ടിലെങ്കിലും അഹിംസ അവശേഷിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. വിമാനത്താവളത്തിൽ അണ്ണാദുരൈ അമ്മാവനും രൂപവതിയും വന്നിരുന്നു. അമ്മാവൻ തൻ്റെ തടിച്ച ശരീരത്തെ താങ്ങുവാൻ അശക്തങ്ങളാണെന്ന് ഭയന്നാവണം ഉരുണ്ട ഒരു ഊന്നുവടി വലത്തെ കൈയിൽ മുറുക്കി പിടിച്ചിരുന്നു. മുടിയെല്ലാം വെളുത്തു കഴിഞ്ഞു. രൂപവതി കറുത്തവളായ ഒരു സുന്ദരിയായി തോന്നി. അവൾ ഗർഭിണിയാണെന്ന് എനിക്ക് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. യൂറോപ്യൻ രീതിയിൽ വസ്ത്രധാരണം ചെയ്തിരുന്ന എൻ്റെ കണങ്കാലുകളെ രൂപവതി പുരികം ചുളിച്ചുകൊണ്ട് നോക്കുന്നത് ഞാൻ കണ്ടു. സാരിയുമുടുത്ത ഒരു ഇന്ത്യക്കാരിയായി കട്ടുനായക്ക വിമാനത്താവളത്തിലേക്ക് പോവാൻ വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡ്രസ് ധരിച്ചത്. ഞാൻ പറഞ്ഞു, ഈ നീല ഡ്രസ് നിനക്ക് നല്ല ചേർച്ചയുണ്ട്. അമ്മാവൻ എൻ്റെ കവിളത്ത് തടവിക്കൊണ്ട് പറഞ്ഞു, നീ എത്ര വളർന്നിരിക്കുന്നു. കണ്ടാൽ പുണ്യഗാന്ധിയുടെ തനി ചായ. ആ നിറം, ആ ഉയരം, ആ തലയെടുപ്പ്. മനോമിക്ക് അവളുടെ അമ്മയുടെ നിറം ഇല്ല എന്നാണല്ലോ അച്ഛൻ പറഞ്ഞിരുന്നത്. രൂപവതി അച്ഛനോട് ചോദിച്ചു. കുട്ടിക്കാലത്ത് മനോമിക്ക് ഇന്നത്തെ നിറം ഉണ്ടായിരുന്നില്ല. പേടിച്ച് വളർത്തതാണ് അമ്മാമ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഒരിക്കലും നിനക്ക് പേടിക്കേണ്ടതായി വരില്ല. നിനക്ക് ഈ അമ്മാമനുണ്ട്. നിന്നെ കാത്തു രക്ഷിക്കുവാൻ 2 സഹോദരന്മാരുണ്ട്, പ്രകാശവും സുന്ദരവും. നിന്റെ വരവ് കാത്ത് വീട്ടിലിരിക്കുന്നുണ്ടാവും. അവർ ഉച്ചഭക്ഷണത്തിനായി വീട്ടിലെത്തിക്കാണും, അമ്മാമൻ പറഞ്ഞു. അമ്മാമൻ്റെ കാറും യൂണിഫോം ധരിച്ച ഡ്രൈവറും കുടുംബത്തിൻ്റെ ധനസ്ഥിതി വെളിപ്പെടുത്തി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആകാശത്തിൽ തങ്ങി നിൽക്കുന്ന പുകപടലത്തെ ചൂണ്ടിക്കൊണ്ട് അമ്മാമൻ പറഞ്ഞു, ആ പുകയുടെ കീഴിലാണ് എൻ്റെ ഫാക്ടറി. ഞാൻ 122 പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ജനങ്ങളെ സേവിക്കുവാൻ എനിക്കൊരവസരം കിട്ടി. ഡ്രൈവർക്ക് ഇടതുവശത്തായി ഇരുന്നിരുന്ന യുവാവ് തൻ്റെ മൂക്കുകൊണ്ടോ നാക്കുകൊണ്ടോ ഒരു വികൃത ശബ്ദം പുറപ്പെടുവിച്ചു. അതൊരു പുച്ഛ പ്രകടനമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ അമ്മാവൻ യാതൊന്നും അറിയാത്ത മട്ടിൽ തൻ്റെ ജനസ്നേഹത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. മുമ്പിലെ സീറ്റിൽ ഇരുന്നിരുന്ന യുവാവ് രൂപവതിയുടെ ഭർത്താവാണെന്ന് ഞാൻ അനുമാനിച്ചു.
രൂപവതി ബ്രാഹ്മണനായ മൂർത്തിയെ വിവാഹം ചെയ്തുവെന്ന് അഭിമാനത്തോടെയാണ് അമ്മാമൻ ഒരിക്കൽ എൻ്റെ അച്ഛൻ എഴുതിയിരുന്നത്. ബ്രാഹ്മണ വിരോധം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും കുടുംബത്തിൽ ജാമാതാവായി ഒരു ബ്രാഹ്മണൻ എത്തിയതിൽ കൃതാർത്ഥത അനുഭവിച്ചു അമ്മാവൻ എന്ന് അന്നേ ഞങ്ങൾക്ക് മനസ്സിലായി. ഒന്നാമതായി മൂർത്തിയുടെ ജാതി, രണ്ടാമതായി അയാളുടെ പവന്മാറ്റ നിറം, മൂന്നാമതായി അയാളുടെ ബുദ്ധിജീവിത്വം. 3 കാരണങ്ങളാൽ ആ വിവാഹം അണ്ണാതുരൈ അമ്മാവന് വളരെ ഇഷ്ടപ്പെട്ടു. ആരും ചോദിക്കാതെ തന്നെ 2 നില കെട്ടിടവും 2 ബെൻസ് കാറും 5 ലക്ഷം രൂപയും താൻ ജാമാതാവിന് നൽകിയെന്നും അമ്മാവൻ ആ കത്തിൽ എഴുതിയിരുന്നു. ആ ബ്രാഹ്മണ യുവാവിൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് തെല്ലൊരമർഷം തോന്നി. അയാൾ എന്നെ കണ്ടതായി നടിക്കുകയോ മന്ദഹസിക്കുകയോ ഉണ്ടായില്ല. അഭ്യസ്തവിദ്യരായ യുവാക്കന്മാർക്ക് ഉചിതമായ പെരുമാറ്റ രീതി ആയിരുന്നില്ല മൂർത്തിയുടേത്. വിമാനയാത്ര സുഖമായിരുന്നു അല്ലേ? അമ്മാവൻ എന്നോട് ചോദിച്ചു. വിചാരിച്ചത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. ഇത് എൻ്റെ ആദ്യത്തെ വിമാനയാത്രയാണ്. വിമാനം പെട്ടെന്ന് പൊങ്ങിയപ്പോൾ ഭയം കൊണ്ട് എൻ്റെ സപ്തനാഡികളും തളർന്നു. എയർ ഹോസ്റ്റസുമാർ സുന്ദരികളായിരുന്നു. പക്ഷേ ഞാൻ സിംഹളക്കാരിയാണെന്ന് കണ്ടറിഞ്ഞിട്ടാവാം അവർ എന്നെ കണ്ടതായി നടിച്ചില്ല. സിംഹളക്കാരിയാണെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാവും? രൂപവതി ചോദിച്ചു. അതെത്ര എളുപ്പമാണ്. ഇന്ത്യക്കാരുടെ അത്ര രൂപസൗന്ദര്യം ഞങ്ങൾ സിംഹളക്കാർക്കില്ല. ഞങ്ങളുടെ മുടിക്ക് മിനുസം കുറവാണ്. ഞാൻ പറഞ്ഞു. രൂപവതിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ എളിമ പ്രദർശിപ്പിക്കുകയായിരുന്നു. പക്ഷേ അവൾ അത് മനസ്സിലാക്കാതെ പുഞ്ചിരി തൂക്കി. മനോമി, നീ അത്ര വിരൂപയല്ല, അവൾ പറഞ്ഞു. കാണാൻ തീരെ മോശമല്ല. നിന്റെ ശരീരം കുറച്ചുകൂടി പുഷ്ടിപ്പെട്ടാൽ നീ സുന്ദരിയായിത്തീരും. നിന്റെ മുടി വല്ലാതെ കണ്ട് ചുരുളം മുടി ഇപ്പോൾ ആർക്കും ഇഷ്ടമില്ല. അത് അപരിഷ്കൃതരുടെ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു. വേണമെങ്കിൽ ഞാൻ നിന്നെ ബ്യൂട്ടി സലൂണിലേക്ക് കൊണ്ടുപോയി നിന്റെ മുടിയുടെ ചുരുളിച്ച പാട് നീക്കിത്തരാം. എന്നാൽ നിന്നെ കാണാൻ ഭംഗിയുണ്ടാവും. രൂപ, നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അമ്മാവൻ നീരസത്തോടെ ചോദിച്ചു. മനോമിയുടെ മുടി വളരെ ആകർഷകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവളുടെ അമ്മയുടെ മുടിയും ചുരുണ്ടിരുന്നു. ഒരിക്കലും മുടി നിവർത്താൻ വേണ്ടി നീ ഇവളെ ബ്യൂട്ടി സലൂണിൽ കൊണ്ടുപോകരുത്. അച്ഛൻ്റെ സ്വരത്തിൽ ഒരു ഉടമസ്ഥൻ്റെ അഭിമാനം ഞാൻ കാണുന്നു. മനോമിയുടെ മുടി നിവർത്തിയാലോ മുറിച്ചാലോ അച്ഛൻ എന്തിനു വ്യസനിക്കണം? മനോമി സ്വതന്ത്രയാണല്ലോ. അച്ഛന് നിയമപരമായി അവളുടെ മേൽ ഒരവകാശവുമില്ലല്ലോ, രൂപവതി ഉദ്വേഗത്തോടെ പറഞ്ഞു. നാവിൻ്റെ അറ്റം കൊണ്ട് വീണ്ടും ഒരു വിചിത്ര ശബ്ദം മൂർത്തി പുറപ്പെടുവിച്ചു. നിയമപരമായി എനിക്ക് മനോമയുടെ മേൽ അവകാശങ്ങളില്ലായിരിക്കാം, അമ്മാമൻ പറഞ്ഞു. പക്ഷെ ധാർമ്മികമായി ചില അവകാശങ്ങൾ എനിക്കുണ്ടല്ലോ. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള അന്തരത്തെപ്പറ്റി ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണാറുണ്ട്, രൂപവതി പറഞ്ഞു. ഞാൻ കാരണം അമ്മാമന് രൂപയും ഒരിക്കലും തർക്കിക്കരുത്. എൻ്റെ വരവ് കാരണം അമ്മാമൻ്റെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഞങ്ങൾ കലഹിക്കല്ല മനോമേ, അമ്മാമൻ പറഞ്ഞു. രൂപയുടെ 9ാം മാസമാണ് ഇത്. അവളുടെ ഞരമ്പുകൾ തളർന്നിരിക്കുന്നു. ആദ്യത്തെ പ്രസവമാണല്ലോ ഇത്. രൂപ പെട്ടെന്ന് കുനിഞ്ഞ് തൻ്റെ മുഖം കൈത്തലത്തിൽ മറച്ചു തേങ്ങി കരഞ്ഞു തുടങ്ങി. ഞാൻ അവളുടെ ചുമലുകളെ ആശ്ലേഷിച്ചു. അവളുടെ ദുഃഖത്തിൻ്റെ കാരണം ഞാനാണെന്ന വിചാരം എന്നെ അലട്ടി. എന്നോട് ഈ ശത്രുത അവളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കുട്ടിക്കാലത്ത് അവളും സുന്ദരവും എൻ്റെ ഒപ്പം കള്ളനും പോലീസും കളിച്ചിരുന്നപ്പോൾ എന്നെ തല്ലേണ്ടി വരുമ്പോഴൊക്കെ മുഖം ചുളിച്ച് ഒഴിഞ്ഞു മാറുക അവളുടെ പതിവായിരുന്നു. അവളെ രൂപ എന്ന് ഞാൻ വിളിക്കരുതെന്ന് അമ്മാമൻ പലപ്പോഴും അന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. രൂപയെ നീ അക്ക എന്നും സുന്ദരത്തെ അണ്ണ എന്നും വിളിക്കണം, അമ്മാമൻ പറഞ്ഞു. ഞാൻ തമിഴത്തിയല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് എല്ലായ്പ്പോഴും ഞാൻ ഓടി രക്ഷപ്പെട്ടു. രൂപ അക്ക, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിന്റെ വ്യസനം മാറ്റുവാനായി ഞാൻ എന്തു ചെയ്യണം? ഞാൻ ചോദിച്ചു. അവൾ എൻ്റെ വലതുകൈ തലോടുക മാത്രം ചെയ്തു. ഗർഭിണികൾക്ക് ഹിസ്റ്റീരിയ പതിവാണെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, മൂർത്തി പറഞ്ഞു. അയാളുടെ കണ്ണുകൾ അപ്പോഴും കണ്ണാടിയിൽ എന്നെ തിരഞ്ഞുകൊണ്ടിരുന്നു.
സുന്ദരത്തെയും പ്രകാശത്തെയും കാണുവാൻ എനിക്ക് ഒരു വെമ്പൽ അനുഭവപ്പെട്ടു. 1974 അമ്മാമൻ്റെ കുടുംബം ഞങ്ങളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ പ്രകാശത്തിന് 17 സുന്ദരത്തിന് 10 രൂപയ്ക്ക് 12 എനിക്ക് 8 വയസ്സ് പ്രായമായിരുന്നു. കാലം അവരിൽ വരുത്തിവെച്ച മാറ്റങ്ങൾ നോക്കിക്കാണുവാൻ ആഗ്രഹവും അവർ പുരുഷന്മാരായതുകൊണ്ട് മാത്രം അവരെ നോക്കാൻ അല്പം സങ്കോചവും ഒന്നിച്ച് എൻ്റെ മനസ്സിൽ ഉണർന്നു. സുന്ദരത്തിനും പ്രകാശത്തിനും അമ്മാമൻ്റെ എത്ര ഉയരമുണ്ടോ? ഞാൻ ചോദിച്ചു. എന്നേക്കാൾ ഉയരവും തടിയും ഒക്കെ ഉണ്ട് അവർക്ക്. പ്രകാശത്തിൻ്റെ മക്കൾക്കും നല്ല ഉയരമുണ്ട്. 6 വയസ്സായ പ്രദീപ് ഇപ്പോൾ തന്നെ എൻ്റെ ചുമലെത്തും, അമ്മാമൻ പറഞ്ഞു. വളർച്ചയ്ക്കുള്ള ഹോർമോണിനെ പറ്റി കേട്ടിട്ടില്ലേ? അതാണ് പ്രകാശവും വേദവല്ലിയും തൻ്റെ 2 മക്കൾക്കും പാലിൽ ചേർത്ത് കൊടുക്കുന്നത്, ഉറക്കെ ചിരിച്ചുകൊണ്ട് മൂർത്തി പറഞ്ഞു. ഇത് നുണയല്ലേ അമ്മാമ? ഞാൻ ചോദിച്ചു. ഇവിടെ കുറച്ചുകാലം താമസിക്കുമ്പോഴേക്കും രൂപ പറഞ്ഞു. നിനക്ക് മനസ്സിലാവും. എൻ്റെ മൂർത്തിയുടെ വായിൽ നിന്നും സത്യവചനങ്ങൾ വളരെ അപൂർവമായേ പുറത്തു വരികയുള്ളൂ എന്ന്. കരച്ചിൽ കഴിഞ്ഞ് കണ്ണുനീരിൻ്റെ പാടുകൾ ഉണങ്ങാതെ കിടക്കുന്ന ആ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി എനിക്ക് ആകർഷകമായി തോന്നി. ഓ രൂപ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ജീവിക്കുമ്പോൾ എൻ്റെ സകല ദുഃഖങ്ങളും മറക്കും, ഞാൻ പറഞ്ഞു. അതെ മനോമി, നീ സകല ദുഃഖങ്ങളും മറക്കണം. ഇന്നു മുതൽ നിനക്ക് പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്, അമ്മാമൻ പറഞ്ഞു. ആ നിമിഷത്തിൽ വീണ്ടും മുൻവശത്തെ സീറ്റിൽ നിന്നും മൂർത്തി കോഴികളുടെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. 2 പുതിയ ഒരവതാരം തന്നെ സ്വീകരിക്കേണ്ടി വരും ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ, മൂർത്തി പറഞ്ഞു. സിംഹളക്കാരെ ജീവനോടെ കുഴിച്ചിടാനാണ് തമിഴർ സത്യപ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. ഞാൻ അപ്പോഴും ഉറക്കെ ചിരിച്ചു. കാര്യത്തിൻ്റെ ഗൗരവം അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. അമ്മാമൻ്റെ വീട് അടയാറിൽ കലാക്ഷേത്ര കോളനിയുടെ അടുത്തായിരുന്നു. 1/2 ഏക്കർ തോട്ടത്തിന് ഒത്ത നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂറ്റൻ കെട്ടിടം. കാറ് പോർട്ടിക്കോവിൽ വന്ന് നിന്ന ഉടനെ ഓടി വന്നത് മക്കളല്ല, രാജമ്മ എന്ന വൃദ്ധയാണ്. അവർ എന്നെ ആശ്ലേഷിച്ചുകൊണ്ട് ചോദിച്ചു, മനോമീ മകളെ, ഈ തള്ളെ ഓർമ്മയുണ്ടോ? അവർ അമ്മാമൻ്റെ മകളുടെ ആയയായിരുന്നു ശ്രീലങ്കയിൽ വെച്ച്. എൻ്റെ അമ്മയെ തമിഴ് പഠിപ്പിച്ചത് രാജമ്മയായിരുന്നു. ഞാൻ അവരുടെ താമ്പൂലഗന്ധമുള്ള കവിളത്തെ ചുംബിച്ചു. രാജമ്മ, നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല, നിങ്ങൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. രാജമ്മ ഇന്ന് രാവിലെ മൗണ്ട് റോഡിലുള്ള ഒരു ബ്യൂട്ടി സലൂണിൽ പോയി അത്യാവശ്യം മേക്കപ്പ് നടത്തിയിരുന്നു, മൂർത്തി പറഞ്ഞു. ആ വാചകത്തിൻ്റെ ഒടുവിൽ അയാൾ വായി തുറന്ന് ഹാ 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 എന്ന് ശബ്ദിക്കുകയും ചെയ്തു. സ്വീകരണമുറിയിൽ സ്വർണ്ണ നിറമുള്ള ചട്ടക്കൂടിൽ അമ്മായിയുടെ ചിത്രം തൂക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ കീഴിൽ ചുവന്ന പട്ടുകൊണ്ട് മൂടിയ മുക്കാലിയിൽ ചന്ദനത്തിരി കത്തിയെരിഞ്ഞ പാത്രങ്ങളും പൂക്കളും ഞാൻ കണ്ടു. രൂപയ്ക്ക് തൻ്റെ മരിച്ചുപോയ അമ്മയുടെ സാദൃശ്യം നല്ലതുപോലെ വ്യക്തമായി കഴിഞ്ഞിരുന്നു. രൂപ അക്ക, നിനക്ക് നിന്റെ അമ്മയുടെ സൗന്ദര്യം കൈവന്നു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ പറഞ്ഞു. ചായയോ കാപ്പിയോ? രാജമ്മ ചോദിച്ചു. ചായ. ഒരു സിലോൺകാരിക്ക് ചായ അല്ലാതെ മറ്റെന്ത് കൊടുത്ത് സൽക്കരിക്കാൻ? ഞാൻ വൃദ്ധയോട് ചോദിച്ചു. പ്രകാശവും വേദവല്ലിയും മക്കളും സുന്ദരവും ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അമ്മാമൻ പറഞ്ഞു. പ്രകാശവും വേദവും കുഞ്ഞുങ്ങളും ഇംഗ്ലീഷ് പടം കാണാൻ പോയി. ഊണിന് അവർ വരാൻ കാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. സുന്ദരത്തെ തേടി ചില രാഷ്ട്രീയക്കാർ വന്നു. അവർ കൊണ്ടുപോയി. അത്താഴത്തിന് വരില്ല എന്ന് പറഞ്ഞു. അവർ എന്നെ എതിരേൽക്കാൻ വീട്ടിൽ കാത്തിരിക്കാത്തതിൽ എനിക്ക് ഇച്ഛാഭംഗം അനുഭവപ്പെട്ടു. പക്ഷേ ഞാൻ ഉത്സാഹം പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മാമൻ്റെ വീടും പരിസരങ്ങളും നടന്നു കണ്ടു. ഇതൊരു കൊട്ടാരം പോലെ ഇരിക്കുന്നു, ഞാൻ അമ്മാമനോട് പറഞ്ഞു. അണ്ണാതുരെ അമ്മാമൻ്റെ മുഖം സന്തോഷത്താൽ വികസിച്ചു. അണ്ണാതുരെ, മനോമി ശ്രീലങ്കയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുവെന്ന നിമിഷം എൻ്റെ 3 മക്കളും എന്നോട് വഴക്കിട്ടു തുടങ്ങി. പ്രകാശൻ ജന്മനാ കോപിഷ്ഠനായിരുന്നു. അതുകൊണ്ടാവണം അയാൾ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ സ്വന്തം കിണ്ണമെടുത്ത് നിലത്ത് എറിഞ്ഞു പൊട്ടിച്ചത്. വിളമ്പിക്കൊണ്ടിരുന്ന രാജമ്മ പരിഭ്രാന്തയായി അടുക്കളയിലേക്ക് ഓടി. താൻ പാചകം ചെയ്ത് വിളമ്പുന്ന വിഭവങ്ങളെ വിമർശിച്ചുകൊണ്ടാവാം പ്രകാശൻ കിണ്ണമെറിഞ്ഞുടച്ചത് എന്ന് ആ വൃദ്ധ തെറ്റിദ്ധരിച്ചു. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കി വളർത്തിയ തന്നോട് ഇത്ര വിരോധമോ എന്ന് അവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അക്ഷോഭ്യനായി ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ഞാൻ ശ്രമിച്ചു.
മനോമിക്ക് ഇനി ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ പറഞ്ഞു. മക്കൾക്ക് തൻ്റെ പഴയ ചരിത്രം അറിയാമായിരുന്നു. എത്രയോ തവണ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ആ മൈത്രി ബന്ധത്തിൻ്റെതായ കഥ. ലങ്കയിൽ ചെന്നുപെട്ട തനിക്ക് ഒരേ ഒരാശ്രയം അയൽക്കാരനായ ടെനക്കുൻ മാത്രമായിരുന്നു എന്നും അവർക്കറിയാം. ഇപ്പോഴത്തെ സമൃദ്ധിക്ക് കാരണക്കാരൻ ടെനക്കുൻ മാത്രമാണെന്ന് അവർക്കറിയാം. എന്നിട്ടും അയാളുടെ ഏകപുത്രി അനാഥയായി തീർന്നപ്പോൾ അവൾക്ക് താൻ അഭയം നൽകുന്നതിൽ ഇത്രയധികം എതിർപ്പോ? ഞാൻ പുലിയുമല്ല കരടിയുമല്ല. ഞാൻ ഒരിക്കൽ മക്കളോട് പറഞ്ഞു, ഒരു രാഷ്ട്രീയവുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. എൻ്റെ ആത്മസ്നേഹിതൻ്റെ മകളെ, അവൾ സിംഹളക്കാരിയായാലും വേണ്ടില്ല, കാപ്പിരിയായാലും വേണ്ടില്ല, ഞാൻ കാത്തു രക്ഷിക്കാതിരിക്കില്ല. അവളെ കൈവിടാനുള്ള നന്ദികേട് എൻ്റെ ഹൃദയത്തിനില്ല. പ്രകാശവും രൂപയും സുന്ദരവും എത്രയോ തവണ എന്നോട് കയർത്തു. രൂപ തേങ്ങിക്കരയിലും പതിവാക്കി. ഞങ്ങൾക്ക് മദ്രാസിൽ ജീവിക്കാൻ പ്രയാസമായി തീരും. സിംഹളക്കാരിയെ വീട്ടിൽ താമസിപ്പിച്ചതുകൊണ്ട് മാത്രം നാം എല്ലാവരും നോട്ടപ്പുള്ളികളായി മാറും. ഫാക്ടറിയിലെ തൊഴിലാളികൾ കൂടി നമ്മുടെ ശത്രുക്കളായി മാറും. ഭവിഷ്യത്തുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ ഈ ഭാരം എടുത്ത് തലയിൽ വെക്കരുത്. അവൾ പഠിപ്പിൽ മിടുക്കിയായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞുവല്ലോ. വിദ്യാഭ്യാസം തുടരുവാനായി അവളെ കേംബ്രിഡ്ജിലേക്ക് അയക്കുക. അവളെ ഇന്ത്യയിൽ കുടിയേറി പാർപ്പിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്നത് പോലെയാണ്, സുന്ദരം പറഞ്ഞു. താഴ്ന്നതെങ്കിലും ഹൃദയത്തിലോളം ഇറങ്ങിച്ചെല്ലാൻ ശക്തിയുള്ള സ്വരമാണ് സുന്ദരത്തിൻ്റെ സ്വരം. രാഷ്ട്രീയ രംഗത്ത് യുവാക്കളുടെ മതിപ്പ് സമ്പാദിക്കുവാൻ കഴിഞ്ഞ ഒരു യുവ നേതാവാണ് സുന്ദരം. അയാളുടെ പ്രസംഗ പാടവത്തെപ്പറ്റി പലരും പ്രശംസിക്കുന്നത് ആശ്ചര്യത്തോടെ ഞാൻ കേട്ടിട്ടുണ്ട്. ധനികനെങ്കിലും ലളിതവും അനാഡംബരവുമായ ഒരു ജീവിത രീതി തന്നെയാണ് സുന്ദരം സ്വീകരിച്ചത്. പ്രകാശം ക്ലബ്ബുകളിലും കുതിരപ്പന്തയം നടക്കുന്ന പട്ടണങ്ങളിലും ഒട്ടേറെ സമയം ചെലവഴിച്ചു. സുന്ദരം വായനശാലകളിൽ ഒട്ടേറെ സമയം ചെലവഴിച്ചു. പ്രകാശം പട്ടു ഷർട്ടുകളും യൂറോപ്യൻ സൂട്ടുകളും ധരിച്ചു. സുന്ദരം തൊഴിലാളികളുടെ വസ്ത്രധാരണം അനുകരിച്ചു. രണ്ടുപേരെ പറ്റിയും എനിക്ക് അഭിമാനിക്കുവാൻ കഴിഞ്ഞു. ഫാക്ടറിയുടെ മാനേജർ എന്ന നിലയ്ക്ക് പ്രകാശം എൻ്റെ വലം കൈയായി പ്രവർത്തിച്ചു. പെട്ടെന്ന് ധനാഢ്യമായി തീർന്ന വീടിന് സുന്ദരത്തിൻ്റെ ആദർശശുദ്ധി ഒരു പ്രത്യേകതരം പരിശുദ്ധി നേടിത്തന്നു. ന്യായീകരിക്കാനാവാത്ത അപരാധബോധം എന്നെ രാത്രികാലത്ത് അസ്വാസ്ഥ്യപ്പെടുത്താറുണ്ട്. സുന്ദരത്തിൻ്റെ മുഖം ഓർക്കുമ്പോഴൊക്കെ ആ അസ്വസ്ഥത നേർത്തു ഇല്ലാതാവുന്നത് ഞാൻ മനസ്സിലാക്കി. പ്രകാശത്തിൽ നിന്നും സുന്ദരത്തിൽ നിന്നും വ്യത്യസ്തയായിരുന്നു രൂപ. അവൾ പറഞ്ഞു, ആ സിംഹളക്കാരിയുടെ കൂടെ പുറത്തിറങ്ങുവാൻ ഞാൻ ഒരുങ്ങില്ല. എന്നെ ഇനി മേലിൽ ആരും കല്യാണ വിരുന്നുകൾക്ക് കൂടി ക്ഷണിക്കുകയുണ്ടാവില്ല. അവൾക്ക് അഭയം നൽകിയതുകൊണ്ട് മാത്രം ആ സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരാവും. ഞാൻ എൻ്റെ നീരസം കീഴടക്കിക്കൊണ്ട് പറഞ്ഞു, നീ അവളെ കൂടി എങ്ങും പോവണ്ട. അവൾ എൻ്റെ കൂടെ മാത്രം നടന്നുകൊള്ളട്ടെ. വയസ്സുകാലത്ത് എനിക്കൊരു വളർത്തുമകളെ കിട്ടിയതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അച്ഛന് ചീത്തപ്പേര് കിട്ടുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല. പ്രകാശം എന്നോട് പറഞ്ഞു, മരിച്ചുപോയ സ്നേഹിതൻ്റെ മകളെ സംരക്ഷിക്കുന്നത് കൊണ്ട് എനിക്ക് ചീത്തപ്പേര് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിന് ഖേദിക്കില്ല. അവളെ കൈവടിയാൻ ദൈവം തന്നെ ഉപദേശിച്ചാലും ഞാൻ അനുസരിക്കുകയുമില്ല, ഞാൻ പറഞ്ഞു. പിന്നീട് അവർ ആ വിഷയത്തെ അവതരിപ്പിച്ച് എന്നോട് തർക്കിക്കുവാൻ മുതിർന്നില്ല. അവരുടെ അമ്മയുടെ മരണസമയത്ത് ഞാൻ യുവാവായിരുന്നു. എനിക്ക് കല്യാണാലോചനകൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു രണ്ടാനമ്മയെ എൻ്റെ മക്കളുടെ മേൽ വെച്ചുകെട്ടാൻ ഞാൻ വിസമ്മതിച്ചു. 52-ാം വയസ്സിൽ മദ്രാസിൽ മടങ്ങിയെത്തി. അവിടെ താമസമാക്കിയപ്പോഴും അഭ്യുദയകാംക്ഷികൾ ഉപദേശിച്ചു, അണ്ണാദുരേ, നിങ്ങൾ ഒരു സുശീലയായ സ്ത്രീയെ വിവാഹം ചെയ്ത് ഭാവി സുരക്ഷിതമാക്കുക എന്ന്. ആദ്യമാദ്യം മദ്രാസിലുള്ളവർ സങ്കോചത്തോടെയാണ് എന്നെ സമീപിച്ചത്. ശ്രീലങ്കക്കാരൻ അണ്ണാദുരേ എന്നാണ് എന്നെ വിളിച്ചിരുന്ന പേര്. പ്രകാശത്തിൻ്റെ വിവാഹം കേൾവിപ്പെട്ട ഒരു തഞ്ചാവൂർ കുടുംബത്തിലെ ഏകപുത്രിയുമായി നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എൻ്റെ വീട്ടിലേക്ക് അതിഥികളുടെ തള്ളിക്കയറ്റം തുടങ്ങിയത്. അതിനു മുമ്പ് എൻ്റെ കുടുംബത്തെപ്പറ്റി പല വിചിത്ര കഥകളും മദ്രാസിൽ പ്രചരിച്ചിരുന്നു. സിംഹള ഭാഷയിലാണ് ഞാനും മക്കളും അന്യോന്യം സംസാരിക്കുന്നതെന്നും സിംഹളക്കാരുടെ സാമ്പോൾ ആണ് ഞങ്ങൾ തേങ്ങാ ചമ്മന്തിക്ക് പകരം രാവിലെ ദോശയോടൊപ്പം ഭക്ഷിക്കുന്നതെന്നും പലരും പറഞ്ഞു നടക്കുന്നുവെന്ന് രാജമ്മ ഒരിക്കൽ പിന്നീട് പറഞ്ഞു. പിന്നീട് ഞങ്ങളുമായി അടുത്തപ്പോൾ ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ നീങ്ങി. മക്കളുടെ തമിഴിന് അല്പം ഒരു വിദേശ ചുവ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ത്യക്ക് പുറത്തു പോവാത്ത ലൗഡേൽ വിദ്യാർത്ഥികൾക്കും കാണാമായിരുന്നു. അത് ഗൗരവപൂർണമായൊരു കുറ്റമായി ആരും കണക്കാക്കിയില്ല.
ആ ഇടയ്ക്കാണ് രൂപവതി തൻ്റെ കോളേജ് പ്രൊഫസർ മൂർത്തിയുമായി അനുരാഗത്തിൽ ചെന്നു ചാടിയത്. കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാക്കിയ ഒരു കോടീശ്വരന്റെ മകന് വേണ്ടി ഒരു കല്യാണാലോചന അവൾക്ക് വന്നു കഴിഞ്ഞിരുന്നു. അത് നിരസിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് പണത്തോട് കലശലായ ഭ്രമമൊന്നുമില്ല. എനിക്ക് ബഹുമാനിക്കുവാൻ തക്ക ഗുണങ്ങളൊന്നും ഈ കോയമ്പത്തൂരുകാരന് ഉണ്ടെന്ന് തോന്നുന്നില്ല. മൂർത്തിയെ ഞാൻ ബഹുമാനിക്കുന്നു. അയാളെ വിവാഹം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂർത്തിയുടെ കുടുംബക്കാർ ജാതിഭേദം പറഞ്ഞ് പ്രതിഷേധിച്ചില്ല. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സംസ്കാരം അവരുടെ ഓരോ തീരുമാനത്തിലും നിഴലിച്ചു. ആരും ചോദിക്കാതെ തന്നെ ഞാൻ മൂർത്തിക്ക് സ്റ്റെർലിംഗ് റോഡിൽ ഒരു 2 നില കെട്ടിടവും ഒരു മേഴ്സിഡസ് ബെൻസ് കാറും 5 ലക്ഷവും സ്ത്രീധനമായി കൊടുത്തു. വിവാഹം കഴിഞ്ഞ് ഞാൻ കോണിമാറ ഹോട്ടലിൽ വെച്ചു കൊടുത്ത സൽക്കാരത്തിൽ ഗവർണറും മന്ത്രിമാരും മാത്രമല്ല, ശിവാജി ഗണേശൻ, ജയലളിത മുതലായ സിനിമാ താരങ്ങളും പങ്കെടുത്തു. ഞാൻ തമ്പിയെന്ന് വിളിക്കുന്ന സുന്ദരത്തിന് മാത്രം വിവാഹാലോചനകൾ വന്നില്ല. വക്കീലെങ്കിലും രാഷ്ട്രീയത്തിന്റെ അസ്ഥിരവേദിയിൽ വിഹരിക്കുന്ന ആ ചെറുപ്പക്കാരനെ ജാമാതാവാക്കാൻ ഒരു കോടീശ്വരനും ശ്രമിച്ചില്ല. സുന്ദരത്തിനും വിവാഹത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. മനോമിയെ അയാൾ പ്രേമിച്ചു തുടങ്ങിയാൽ അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുവാൻ ഞാൻ തയ്യാറായിരിക്കും. പക്ഷേ ആ തീരുമാനത്തിലെത്തുവാൻ ഞാൻ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കുകയുമില്ല. മനോമിയെ യുവതിയായി കാണുമ്പോൾ സുന്ദരം അവളിൽ ആകൃഷ്ടനാകുമോ? മനോമിയുടെ അമ്മ നഗലക്കാരിയായ പുണ്യകാന്തി സുന്ദരിയായിരുന്നു. നിലാവത്ത് ആമ്പൽമൊട്ട് എന്ന പോലെ മൃദുലമായി തിളങ്ങിയിരുന്നവൾ മരണസമയത്തും എന്നെയും അവളുടെ ഭർത്താവിനെയും വിടർന്ന കണ്ണുകളാൽ തടവിയവൾ ചാരിത്രവതി, സുശീല. വിമാനത്താവളത്തിൽ കാണുന്ന പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുമ്പോഴും ഞാൻ പുണ്യകാന്തിയെ ഓർത്തു. എത്ര ലാഘവത്തോടെയാണ് അവൾ തൻ്റെ സ്വർണവളകൾ ഊരിത്തന്നത്. അണ്ണാ, എടുക്കൂ എൻ്റെ വളകൾ. കച്ചവടത്തിനായി ഒരു സ്ഥലം ഉടനെ വാങ്ങുക. നിങ്ങൾ ധനികനായാൽ എൻ്റെ ഭർത്താവും ധനികനാവും. നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ മഹിമ എനിക്കല്ലെങ്കിൽ മറ്റാർക്കറിയും? പുണ്യകാന്തി ചോദിച്ചു. ആ നിമിഷം മുതൽ എൻ്റെ കച്ചവടം വളർന്നു. എൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഉറവിടം ആ വെളുത്തു നേർത്ത കരങ്ങളായിരുന്നു. വളകൾ മാറ്റിയപ്പോൾ നഗ്നമായ കരങ്ങൾ. ഒരിക്കലും എൻ്റെ മക്കൾ ആ കടപ്പാട് വിസ്മരിക്കാൻ പാടില്ല. രൂപ വിമാനത്താവളത്തിലെ കുളിമുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവളുടെ മുഖത്ത് വെള്ളത്തുള്ളികൾ തങ്ങി നിന്നിരുന്നു. ആ ടവൽ ഉപയോഗിക്കാൻ ധൈര്യമില്ല, രൂപ പറഞ്ഞു. 40 ഡിഗ്രിയാണ് ചൂടെന്ന് റേഡിയോ പറഞ്ഞു. മൂർത്തി പ്രസ്താവിച്ചു. അച്ഛൻ വിമാനത്താവളത്തിലേക്ക് വരേണ്ടിയിരുന്നില്ല. അച്ഛന് രക്തസമ്മർദ്ദത്തിന്റെ ശല്യമുണ്ടെന്ന് മനോമിക്കറിയാം. വിമാനം 1 മണിക്കൂർ വൈകിയാണ് എത്തുന്നതെന്നും കേട്ടു. അവളെ സ്വീകരിക്കുവാൻ ഞാനും മൂർത്തിയും ഇവിടെയുണ്ടല്ലോ. അച്ഛൻ വീട്ടിലേക്ക് മടങ്ങുക, രൂപ പറഞ്ഞു. അവളെ ഞാൻ തന്നെ സ്വീകരിക്കും, ഞാൻ പറഞ്ഞു. അച്ഛൻ കുഞ്ഞുങ്ങളെ പോലെ ശാഠ്യം പിടിക്കുകയാണ്, രൂപ ആവലാതിപ്പെട്ടു. രൂപയുടെ വാക്കുകളിൽ അലിഞ്ഞു കിടക്കുന്ന വൈരാഗ്യം ഞാൻ മനസ്സിലാക്കി. അവൾ അർഹിക്കാത്ത ഒരു മാന്യ പദവിയാണ് ഞാൻ അവൾക്ക് സമ്മാനിച്ചത്. അവളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മനോമിയോട് എനിക്ക് അനുകമ്പയും ആദരവും വർദ്ധിച്ചു വന്നു. അച്ഛൻ്റെ മരണശേഷം ഋണബാധ്യതകൾ നിമിത്തം താൻ വീട്ടിന് പുറത്തു കിടക്കാൻ കൂടി ഭയന്ന് ജീവിക്കുകയാണെന്ന് അവൾ എഴുതിയിരുന്നു. ഒരിക്കലെങ്കിലും ടെനകൂൺ തൻ്റെ ദാരിദ്ര്യത്തെപ്പറ്റി എനിക്ക് എഴുതിയില്ല. എഴുതിയിരുന്നെങ്കിൽ ഞാൻ നിശ്ചയമായും അയാളെ സഹായിക്കുമായിരുന്നു. അയാളുടെ ക്ഷയരോഗത്തെ ഞാൻ ചികിത്സിപ്പിച്ച് മാറ്റുമായിരുന്നു. തൻ്റെ കഷ്ടപ്പാടുകൾ ഒളിപ്പിച്ചു വെച്ചു ടെനകൂൺ ഫലിതം നിറഞ്ഞ കത്തുകൾ മാത്രം എനിക്ക് അയച്ചു. സുന്ദരത്തിനാണ് ഏറ്റവും വലിയ വിഷമം, രൂപ പറഞ്ഞു. അവൻ്റെ സ്നേഹിതന്മാരാണ് പുലികളുടെ നേതാക്കന്മാർ. അവരുടെ മുഖത്ത് നോക്കാൻ സുന്ദരത്തിന് ഇനി എങ്ങനെ ധൈര്യം വരും? സിംഹളക്കാരി ആയതുകൊണ്ട് മാത്രം മനോമി വെറുക്കേണ്ടവളായിത്തീരില്ല. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ശത്രുവായി കണക്കാക്കുന്നവരുടെ സഖ്യം സുന്ദരം ഉപേക്ഷിക്കുകയാണ് നല്ലത്. ഉയർന്ന ആദർശങ്ങളെപ്പറ്റി പ്രസംഗിക്കുകയും മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ആത്മവഞ്ചനയാണ്, ഞാൻ രൂപയോട് പറഞ്ഞു. രൂപ പിന്നെയും സംസാരിച്ചു തുടങ്ങി. ഞങ്ങളുടെ വിഷമസ്ഥിതി അച്ഛന് മനസ്സിലാവുന്നില്ല. ഇന്നലെ എൻ്റെ അയൽക്കാരി, ആ ജഡ്ജിയുടെ ഭാര്യ, എന്നോട് ചോദിച്ചു, ഞാൻ കേട്ടത് ശരിയാണോ രൂപവതി? നിങ്ങളുടെ അച്ഛന് സിംഹളക്കാരിയായ ഒരു മകളുണ്ടെന്ന് കേട്ടത് ശരിയാണോ എന്ന്. അച്ഛൻ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ ഉത്തരം പറയും? എനിക്ക് ദേഷ്യം വന്നു. സത്യം പറഞ്ഞു കൊടുക്കുക,
ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞു ധരിപ്പിക്കലാണ് നിന്റെയും എൻ്റെയും സകലരുടെയും കടമ. മനോമി എൻ്റെ ആത്മസ്നേഹിതൻ്റെ മകളാണെന്ന് പറയുക. എന്നെ കച്ചവടത്തിൽ സഹായിച്ച ഒരേ ഒരു വ്യക്തി അവളുടെ അച്ഛനാണെന്ന് പറയുക. ചെയ്ത ഉപകാരത്തിന് നന്ദി കാട്ടുന്നവനാണ് നിന്റെ അച്ഛൻ എന്നും നീ ആ ജഡ്ജിയുടെ ഭാര്യയോട് പറയണം. സത്യം പറഞ്ഞാൽ അത് ആര് വിശ്വസിക്കും? അച്ഛനും ഒരു സിംഹളക്കാരിയിൽ ജനിച്ച മകളാണ് മനോമി എന്നാണ് പലരും പറഞ്ഞു നടക്കുന്നത്, രൂപ പറഞ്ഞു. അത് വച്ചക്കള്ളമാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു. അത് പറയുന്നത് മഹാപാപവും. മനോമിയുടെ അമ്മയെ ഗുരുപത്നിയുടെ നിലയിലാണ് ഞാൻ വീക്ഷിച്ചത്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും പോലെയായിരുന്നു ടെനക്കൂണും ഞാനും പുണ്യകാന്തിയും. ഭക്തിയോടെ അല്ലാതെ ഞാൻ ആ സ്ത്രീയെ നോക്കിയിട്ട് പോലുമില്ല. ആ മുഖം കണ്ടാൽ ഉടനെ ഒരു താലത്തിൽ കർപ്പൂരം കത്തിച്ച് ആരതി നടത്തുവാനാണ് ആർക്കും തോന്നുക. പാവനമായ ഒരു ബന്ധത്തെപ്പറ്റി മോശമായ രീതിയിൽ സംസാരിച്ചവരോട് നീ എൻ്റെ മകളെന്ന നിലയിൽ ചുട്ട മറുപടി കൊടുക്കേണ്ടതായിരുന്നു. 3. എനിക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ എന്തിനു വെറുപ്പിക്കുന്നു? രൂപ എന്നോട് ചോദിച്ചു. നിനക്ക് അച്ഛനും വേണ്ടപ്പെട്ടവനല്ലേ? ആ നിമിഷത്തിൽ മൂർത്തി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അതാ വിമാനം വന്നെത്തി കഴിഞ്ഞു, അയാൾ വിളിച്ചു പറഞ്ഞു. ലൗഞ്ചിൽ ഇരിക്കുന്നവരെല്ലാവരും മൂർത്തിയെ നോക്കി. വിമാനം മെല്ലെ മെല്ലെ താഴ്ന്നുകൊണ്ടിരുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് എനിക്ക് കേൾക്കാറായി. മനോമിയെ ദുഃഖിപ്പിക്കരുത്, ഞാൻ രൂപയോട് പറഞ്ഞു. അവളെ സഖിയാക്കി എൻ്റെ കൂടെ സദാസമയം കൊണ്ടു നടക്കുവാൻ ഞാൻ തയ്യാറല്ല. പോരാത്തതിന് ഇത് എൻ്റെ 9ാം മാസമാണ്. എനിക്ക് നടക്കാൻ തന്നെ പ്രയാസം അനുഭവപ്പെടുന്നു. കാലുകളിൽ നീരും വന്നിരിക്കുന്നു. നിന്റെ പ്രസവകാലത്ത് മനോമി നിനക്കൊരു സഹായമായിരിക്കും, ഞാൻ പറഞ്ഞു. എന്നെ സഹായിക്കുവാൻ ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടല്ലോ, രൂപ പറഞ്ഞു. പണം കിട്ടുവാൻ വേണ്ടി സഹായിക്കാൻ ഒരുങ്ങുന്നവരിൽ നിന്ന് വ്യത്യസ്തരാണ് പണം മോഹിക്കാതെ സഹായിക്കുന്നവർ, ഞാൻ പറഞ്ഞു. എൻ്റെ സ്വരം നിയന്ത്രണം വിട്ടു. കോപത്താൽ പരുഷമാവുന്നത് ഞാൻ മനസ്സിലാക്കി. പണം